ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സ്പാ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സ്പായുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എത്രത്തോളം ഉപയോഗം ഉണ്ടെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പോയി കണ്ടതിന് ശേഷം ഇത് കാണണം കേട്ടോ. ഞാൻ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയർ സ്മൂത്തനിങ് റിലാക്സിങ് ഒക്കെ ആയിട്ട് ഒരു 6 പ്രാവശ്യം ഈ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്പാ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു എമൗണ്ടിനാണ് അവർ ഷാമ്പൂ കണ്ടീഷണറൊക്കെ കൊടുക്കുന്നത്. ആ എമൗണ്ട് പോലും ആവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മന്ത്ലി ഒരു ഹെയർ സ്പായ്ക്ക് ഒരു 4-5 പ്രാവശ്യം മാസത്തിൽ 1 വെച്ച് 4-5 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ നമ്മുടെ നോർമൽ മുടി ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. അതേപോലെ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 1.5 മാസത്തിന് ശേഷം ഹെയർ ഗ്രോത്ത് ആയതിൻ്റെതാണ്. 1 ഇഞ്ചോളം ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട്. അതേപോലെ പഴയ ഹെയർസ് താഴോട്ട് ഗ്രോത്ത് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കുഞ്ഞു കുഞ്ഞു മുടികളെല്ലാം ഗ്രോത്ത് ആയിട്ട് താഴോട്ട് ഇറങ്ങുന്ന ഹെയർസാണ്. അത് താഴോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയിൽ തന്നെ തിക്നെസ്സിൽ തന്നെ ഹെയർ കിടക്കും. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു മുടികളെല്ലാം റീഗ്രോത്ത് ഹെയർസാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്പാ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.